are going to cutting chili. Okay. This is green chili from made in India. ഇതിങ്ങനെ കൊണ്ടുപോകണ അറിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി ചെറുതാക്കി അരിഞ്ഞാൽ നന്നാവും. ചെറുതാക്കി അറിയണം. This is more spicy, I think. സ്പൈസി കുറച്ച് കൂടിക്കട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. ടേസ്റ്റ് നോക്കാം. ഫിഷ് ഇവിടെ റെഡിയാണ്. ഫിഷ് കൂടെ മാറ്റി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മള് പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ചെമ്പടുപ്പത്തുണ്ട്. ഇങ്ങോട്ട് പാരടാ. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുക. ഓക്കെ, എണ്ണ വന്നിട്ട് മോനെ തീ കുറച്ചുണ്ടാവും, ഉണ്ടായി പാളും. അതൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴും ഞാൻ ഉണ്ടാവില്ല പറഞ്ഞു തരാന്. ഓക്കെ, എന്തൊക്കെയാണ് ഇതില് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു തരും. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓവറായി ബാത്റൂം പോയത്. നീ ഓവറാകുന്നുണ്ട്. ഞാൻ കിട്ടോ ഈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ പേരെന്തെങ്കിലും ഫിഷ് മാംഗോ കറി. ഫിഷ് മാംഗോ കറി. ഓക്കെ, ചൂടായി നോക്കണം. ചൂടായിരിക്കുന്നത് കണ്ടാലറിയാം, പാള് പോന്നായിട്ട്. കുറച്ച് വെള്ളം ആദ്യം ഉള്ളിട്ട് വാട്ട്. മൂടിയോടെ എപ്പോഴും കണ്ടാലറിയാം ഗെയിനൊന്ന് വേഗം വെക്ക്. നമുക്കൊന്ന് ഉപ്പിട്ട കുറച്ചുകൂടി വേഗം വാടും. പാരിക്കോരിടാൻ നിൽക്കുന്നത് കുറച്ച് ഉപ്പിട് ഉപ്പിട് ഉപ്പ് ഞാൻ ഇടണോ? ഉപ്പ് നീ കിട്ടും. അതൊന്നും പ്രശ്നമില്ല, അതൊന്നും പറയണ്ട. ഇളക്കി കൊടുക്ക്. മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്, ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. വേറെന്താ വേണ്ടതിലേക്ക്? കറിവേപ്പില. ഓക്കെ, ആക്ച്വലി ഇതില് വലിയ ഉള്ളിയല്ല വേണ്ടത്, ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊണ്ട് നമ്മൾ വലിയ ഉള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിന്റെ പേരാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാണ്, അരച്ച് വെച്ചല്ല. ടൈം ലാഭം. ഓക്കെ, പ്രവാസികൾ അത് കുറച്ച് മതി കേട്ടോ, ആവശ്യം മതി. നന്നായിട്ട് ഇളക്കി കേട്ടോ. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ പാത്രം കണ്ടു. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ പാത്രം അത് അതിലൊന്നല്ല. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ പാത്രം ഇതിലേന്. ഇപ്പൊ പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ടു. ടേസ്റ്റ് വെക്കാനായില്ല. മോനിടാനായോ? ഉള്ളി വാടിയിട്ട് ആ ഇടലിട്ടുള്ളൂ കേട്ടോ. തക്കാളി വേണ്ട. തക്കാളി കുറച്ച് പേസ്റ്റ് ആയിട്ട് ലാസ്റ്റ്. ഓക്കെ, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഷെഫാണ്. നന്നായി കൂടെ ഇളക്ക്. ഞാനല്ലേ തിന്നത് തീരോ? ലാസ്റ്റ് മാംഗോ ഒക്കെ ഇല്ലാതെ എങ്ങനെ നമ്മൾ ഫിഷ് മാംഗോ കറി ഉണ്ടാക്കും? അപ്പൊ നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി വേണം. കുറച്ചും കൂടി ആവാം. അങ്ങനെ കുറച്ചുകൂടി ഇട്ടാലേക്ക് ആൾക്കാർക്ക് തയ്യൂ. അപ്പൊ ഇട്ടേ കുറച്ചുകൂടി ആവായിരുന്നു കേട്ടോ. മണമൊക്കെ വരുന്നുണ്ട്, ചെറിയ സ്മെല്ലൊക്കെ അടിച്ചോണ്ട് ഇതിപ്പോ നമ്മളുണ്ടാകാം.
ഇങ്ങനെ ഇങ്ങനെ കുത്തനെ വെക്കി പാര്. നല്ല വാളുമായിട്ട് മുളകും പൊടി ഇടണ്ട. ഗ്യാസ് ഉണ്ടല്ലേ? ആക്ച്വലി ഞങ്ങളെ ഗ്യാസ് തീരാനായിട്ടുണ്ട്. തീർന്നാലും മൂഞ്ചും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്നുകൂടി. അപ്പം നമ്മളെ മീൻകറി തിളച്ചോണ്ട് തിളച്ചില്ലട്ടോ. തീ കുറച്ച് കൂട്ടി, നമുക്ക് തീ കുറച്ച് കൂട്ടി കൊടുക്കാം. ഓറായിട്ട് കുറച്ച് മതി. ഓക്കെ. അപ്പൊ നമ്മളെ മീൻകറി തിളക്കുന്നുണ്ട്. ഓക്കെ. അടിച്ചൊന്നും തളഞ്ഞോ? അല്ലല്ലോ, ഒന്നും വെക്ക്. ഇതാണ് നമ്മളെ ഹൈലൈറ്റ്. മാംഗോ ഉണ്ട്, മുളകുണ്ട്, ചീരയുണ്ട്, പട്ടാണിയുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ടാ പോരെ. തിളച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് മാംഗോ അതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നതാണ്. മണം എങ്ങനെയുണ്ട്? സ്മെല്ലടിക്കുന്നത്. മുളക് പൊടി കുറച്ച് കൂടിയാ. വെള്ളം കുറച്ചും കൂടി ആഡ് ചെയ്തെടുക്കാം. ഞങ്ങൾ 6 പേരുണ്ട്. 6 പേർക്ക് കൂടി ഇത് ചെയ്യാൻ ചാൻസ് ഇല്ല. വെള്ളം കട്ടുന്നുണ്ട്. നമ്മൾ അടുത്തതായി മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മളെ ഫിഷ് മാംഗോ കറിയിലേക്ക് നമ്മൾ മാംഗോ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആഡ് ചെയ്യും. അത്ര ഇതൊന്നാക്കണ്ട. കൈ കഴുകിനോ? ഓക്കെ. അപ്പൊ ഷെഫില് പറയുന്നത് കൈ കഴുകിയിട്ടുണ്ട്. കഴുകി. കോക്കനട്ട് മിൽക്ക് എപ്പോഴാ പാരണ്ട്? ലാസ്റ്റ് മീനൊക്കെ വെച്ച് മീനൊന്നും വെന്ത് കഴിഞ്ഞിട്ട് മീൻ കഴുകിനോ? കഴുകി. മീൻ ജസ്റ്റ് ഒന്നും ഇല്ല, ഞാൻ കഴുകുന്നില്ല. നീയേ കഴുകുന്നുള്ളൂ. ഓക്കെ. എങ്ങനെയുണ്ട് ഇത്? എത്ര ആക്കുള്ള അറിയോ ഈ ഫുഡ്? നമ്മൾ 1 2 3 4 5 6 ആക്കുള്ള ഫുഡാണ് കേസ്. 6 പറയുന്നു. പക്ഷേ കണ്ടിട്ട് മിക്കവാറും പുറത്തു പോകേണ്ടി വരും. അല്ല, നമ്മള് പ്രവാസികളായിട്ട് കുറച്ച് ഇടുന്നുള്ളൂ. ഞങ്ങൾ പ്രവാസികളാണെങ്കിൽ കുറച്ച് ഇടുന്നുള്ളൂ. കോക്കനട്ട് മിൽക്ക് ഉണ്ട്. മിൽക്ക് ലാസ്റ്റ് അല്ലേ വരണ്ടേ? ഓക്കെ, ലാസ്റ്റ് ആണ് വരേണ്ടത്. ഈസ്റ്റേണിന്റെ കോക്കനട്ട് മിൽക്കാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോണത്. ഉപ്പ് ആവശ്യത്തിനുണ്ട്. നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇട്ടാ കൊളാവും. മല്ലിപ്പൊടി അതിന് കുറച്ച് ഉപ്പിടും. പരിപാടി പൊട്ടും. ഗ്യാസ് നിലവിലിപ്പോ ഉണ്ട്. തീർന്നാൽ അറിയൂല. തീർന്നാൽ നമ്മൾ വെള്ളം വരാനായിട്ടോ? വെള്ളം പാകുന്നു. ഹാഫ് കപ്പ് വാങ്ങിട്ട് കുറെ ഇവൻ പറയുന്ന ഇവൻ അറിയുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവന്റെ ഒരു കാഴ്ചപ്പാട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. റിസൾട്ട് കാണടാ. ജിഞ്ചർ പേസ്റ്റാ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എല്ലാം സുലഭമായി സൗദി അറേബ്യൻ മണ്ണിൽ കിട്ടുന്നതാണ്. അതെ. നമ്മൾ മീൻ ഇട്ട് കൊടുക്കാണ്. 1 2 3 മീറ്റർ സൈഡ് 3 മീറ്റർ സൈഡ്. അതൊന്നും ഇപ്പൊ നടക്കില്ല. ഒന്നായിട്ട് ഇളക്കൂ. പിന്നെ ഇത് മൂടി വെച്ചാൽ മൊത്തം വേവും. അതല്ല, ഇത് സ്പെഷ്യലൈസ് ചെയ്തൊരു ഐറ്റം. പേര് ഫിഷ് മാംഗോ കറിയാണ്. യൂട്യൂബുമായി അങ്ങനെ പറയുന്നത്. ലാസ്റ്റ് കേടുന്നിട്ട് യൂട്യൂബ് കുറ്റാൻ പറയല്ലേ? നല്ല വാഗമായിട്ടുണ്ട്. തീ കൂട്ടണോ?
മൂടിയൊക്കെ മൂടി നമ്മൾ മൂടിയൊക്കെ അതിന്റെ മുകളിലോട്ട് കുറച്ച് ആക്കി കൊടുക്കണം. അത് ലാസ്റ്റ് തിളയ്ക്കുമ്പോൾ ആ ഓക്കെ. നമ്മൾ മൂടി വെക്കും. എങ്ങനെയുണ്ട്? എന്തോ കുറവ് ഞാൻ കാര്യമായിട്ട് കാണുന്നില്ല. ഇപ്പൊ ഇങ്ങനെ പോയാൽ ഫുള്ള് അടുത്ത് നമ്മള് കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വോൾട്ട്. അത് കയറി പോകാൻ യു ആർ ജീനിയസ് മാൻ. മീനെ പറ്റി ടൈറ്റായി വരുന്നുണ്ട്. എരിയുണ്ടോ? ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ? ചൂട് 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 കുറച്ച് 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 ഉപ്പ് വെള്ളം കുറച്ച് കൂടുതൽ ഉപ്പ് വേണം കുറച്ച്. ഇനി മല്ലിപ്പൊടി ഇട്ടില്ല. ഈ മല്ലിപ്പൊടിന്റെ കുറവ് നല്ലോണം അറിയുന്നുണ്ട്. കുറച്ചിട്ടാണ് കിട്ടും. കുറച്ച് മല്ലിപ്പൊടിയിൽ കുറച്ച് കുറഞ്ഞു. അപ്പൊ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ. അതൊന്ന് വെന്തതിന് ശേഷം പോരാ മീനിട്ടാ പോരെ. ഇത് വെന്തേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടി ഹാർഡ് സാധനമാണ് പറയുന്നുണ്ട്. ഓരോന്നും നമ്മൾ മീനിടാൻ പോവാണ്. മീനിട്ടോ ഇനി നമ്മള് ഈസ്റ്റേന്റെ കോക്കനട്ട് മിൽക്കാണ് നമ്മൾ പാരാൻ പോകുന്നത്. പൊട്ടിച്ചോ? ടൈറ്റ് ടൈറ്റായി നിന്നോട്ടെ. പാട്ട് നോക്കാം. നമ്മളിവിടെ മീൻകറി ഉണ്ടായി കുത്തി. സമയം എത്ര ഉണ്ട്? അതെ എന്റെ മോനെ. കളറ് കണ്ടോ ഗ്യാസ്? മഞ്ഞ കളർ അപ്പൊ നമ്മള് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കളർ ഉണ്ടാക്കുക. മഞ്ഞ കളർ ഇത് കേജി ഉടച്ചു നമ്മൾ വെള്ളം കുടിക്കുന്നു. അപ്പൊ നമ്മളെ മാംഗോ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഉപ്പിട്ടില്ലല്ലോ. ഈ സിനിമ തോന്നല്ലോ എന്തോ എവിടെ ഒരു തകരാറ്. എന്തിനു ടേസ്റ്റാ? മീൻ്റെ ചോയ വരുന്നുണ്ട്. അത് വരണോ? വരൂല. മീൻ്റെ ചോയ വരൂല. അത് പറ്റിയതില്ലേ? ഫിഷ് മാംഗോ കറിയിൽ മാങ്ങേന്റെ ഒരു ചോയല്ലല്ലോ. ആ പോകുന്നുണ്ട്. എന്ത് ആ ചോയ പോകുന്നുണ്ട്. ഞാൻ രണ്ടാമത് എടുത്തപ്പോ ചോയ പോയി. നേരോ? ഞാനിന്ന് വെന്തോട്ടേ അല്ലെങ്കിൽ കുറച്ച് കളറ് കണ്ടോ ഗ്യാസ്? നമ്മളെ ഡിണ്ടുമോളെ ഡുണ്ടുമോളൂടെ ഇന്റെ ഡുണ്ടുമോള് ഇന്റെ ഡുണ്ടുമോള് മീനല്ലേ ഇതിലിട്ട് ചിക്കൻ അല്ലല്ലോ. അപ്പൊ മീൻ്റെ സ്മെല്ലേ ഉണ്ടാവും. കണ്ണിങ്ങനെ മാങ്ങന്റെ ആ പുളിയൊക്കെ ഉണ്ട്. ഇത് വർക്കായി മാങ്ങേന്റെ പൊടി വന്നിട്ടുണ്ട്. ഞാനോ നോക്കട്ടെ. എന്നാലും എവിടോ ആ മീൻ്റെ ഒരു ഇതുണ്ട്. ഏകദേശം സക്സസ് ആയിട്ടുണ്ട്. ഷിപ്പിൽ നമ്മളൊക്കെ എന്താ ആക്കാം ഒരു ഹോട്ടലിലേക്കൊക്കെ നടക്കും. ഡ്രൈവറുള്ള സാധനം മുളക് മുളകല്ല, ഒരു മാങ്ങ ഇടയ്ക്ക് കൂടിക്കണ്. അത് മാങ്ങേന്റെ തൊലിയല്ലേ? ഫ്ലേവറിന് നമ്മൾ മുളകും കുറച്ച് കറിവേപ്പിലയും മുളകും ഉപ്പുണ്ടോ? ഉപ്പുണ്ട്.
മോനെ നാളെ പണിയില്ലാണ്. പണിയാവൂതി. ആ വേറെ സാധനം ഇജ് ടേസ്റ്റ് നോക്കേ എന്നിട്ട് ഓഫ് ആക്കാം അതിന് മുന്നേ. നമ്മളെ പരിപാടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിന്റെ ചെയ്യാൻ പോണേ നമ്മൾ ഓഫ് ആക്കി. ഇനി ഗ്യാസ് കിട്ടിയ നമുക്ക് ഇനി കഴിക്കാനെന്താ എടുക്കുന്നത്? പൊറോട്ട എടുക്കാം. പൊറോട്ട എടുക്കാണെങ്കിൽ നമ്മളിനി പൊറോട്ടയാണ് കഴിക്കാൻ പോകുന്നത്. പൊറോട്ട വാങ്ങണം. ആര് വാങ്ങാൻ പോകും? ഞാൻ പോലെ കേട്ടോ. മീൻ്റെ എടുത്തിട്ടില്ലേ? നമുക്കൊരു മീനിന്റെ പ്രശ്നമാണ്. ചില തിരികില്ലേ കോഴിക്കോടല്ലേ ഇന്നലെ വാങ്ങിന്? ആ അല്ലേ എല്ലാരും അങ്ങനെ കഴിച്ചു. തൊഴിൽ പറഞ്ഞല്ലേ അവിടെ ഉണ്ട്. കയ്യൊന്ന് കഴുകാമായി. ആവശ്യമില്ല. ആയിരിക്കാ ഓ വരുമോ? ഒരപ്പവും എല്ലാവർക്കും ഓരോരപ്പവും ഇതെന്താ അറിയില്ല. അതപ്പം അപ്പം എന്ന് പറഞ്ഞാൽ വെള്ളപ്പല്ലേ? അപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം. ഐറ്റൊന്നൂടെ വെള്ളം വാങ്ങിണ്ടോ? ഓക്കെ ഓക്കെ നിനക്കപ്പം കിട്ടടാ. നീ മുറിച്ചാൻ കൊണ്ടിട്ട് നിനക്ക് ഈ ഒരപ്പം ബാലൻസ് ഉണ്ടോ? വേണ്ട. ഫസ്റ്റ് അപ്പം കഴിക്കാം. ഹെൽപ്പ് യു. പ്രവാസികൾ അങ്ങനെ ഒഴിക്കും. ഒരേലാകുമ്പോ എങ്ങനെയല്ലേ മേശപ്പുറത്ത് സാധനം കൊണ്ടെത്തും. അത് തിന്ന പ്ലേറ്റും കൂടെ കഴിക്കണ്ട. ഇത് അന്റെ എത്ര പൊറോട്ട ഉണ്ട്? മോനെ 2 പൊറോട്ട സാധനം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? പിള്ളേരല്ലേ ഇവനാ ഷെഫ്. കണക്ക് ഞാനൊരു ഭാവി കാണുന്നുണ്ട്. അപ്പൊ ശരി, ബൈ. പരിപാടി കഴിഞ്ഞു.